ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നലെ പിരിവൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഒത്തിരി താമസിച്ചു. അവിടെ നിന്ന് കപ്പക്കിഴങ്ങും ഉള്ളിമുളകും ഒക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ലപോലെ വൈകി. പിന്നെ പിരിവിന് പോയ സമയത്ത് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, തിരിച്ചു വന്നാൽ ഒരു ചൂരമീൻ ഇരിപ്പുണ്ട്, അതെടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്, അതിനി വൃത്തിയാക്കണം, കറി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ, ഞാൻ പോയി കിടക്കും എന്നൊക്കെ. അപ്പോൾ ബബിയാൻ്റെ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വന്ന് ഇന്നലെ രാത്രി ഞാൻ വന്ന് മീനെടുത്ത് വെട്ടാനായിട്ട് വെളിയിലിരുന്നപ്പോൾ തന്നെ ആൻറ്റി ഇങ്ങോട്ട് പോരുന്നു. എന്നിട്ട് മീൻ കറിയൊക്കെ വെച്ച് തന്നിട്ടാണ് പോയത്. മീൻ ഞാൻ വെട്ടി, ബബിയാൻ്റെ കറി വെച്ചു. പക്ഷേ അപ്പോഴേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോണിൻ്റെ ചാർജ് തീർന്നിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ മീൻ കറിയുടെ റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റാതെ പോയത്. ഇതിപ്പോൾ നാളെ സാറ്റർഡേ ആയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. നാളെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമല്ലോ. ഇന്നും എപ്പോഴത്തെയും പോലെ തന്നെ 6:30 എണീറ്റപ്പോഴേക്ക് കുട്ടികൾക്കുള്ള പാലും പിന്നെ ആ ബോക്സിൽ കുറച്ച് കിളിമീൻ പൊരിക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചതാണ്. കിളിമീനാണോ ചുവന്ന മീനാണോ? ചുവന്ന മീനാണെന്ന് തോന്നുന്നു കേട്ടോ, കിളിമീനല്ല. അതൊരു 4 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 4 എണ്ണം അരപ്പ് പുരട്ടി വെച്ചു. പക്ഷേ മടി കാരണം ഇന്നിപ്പോൾ 2 എണ്ണേ പൊരിക്കുന്നുള്ളൂ. കുക്കൂന് ഇന്ന് രാവിലെ ഞാൻ ഭൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ ഭൂരിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അത് കൊണ്ടുപോകാനും ഇഷ്ടമാണ്, നമ്മുടെ ചപ്പാത്തി മുറിച്ചിട്ടുള്ള ഭൂരി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലഞ്ചിന് എന്തായാലും കുക്കൂന് വറുത്ത മീനൊന്നും വേണ്ടല്ലോ, അപ്പോൾ അലന് മാത്രം മതി. എനിക്കും അമ്മയ്ക്കും പിന്നെ എപ്പോഴത്തെയും പോലെ ഉണക്കച്ചെമ്മീനുണ്ട്, ഉണക്ക മീൻ മുളകിട്ടതുണ്ട്, അതൊക്കെ ഇരിപ്പുണ്ട്. നിലവിൽ പിന്നെ കറിയിലെ മീൻ മതി, അത് ലിലിയംസിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്നലെ രാത്രി അമൃതം കൊടുത്ത കുപ്പിയും ഗ്ലാസ്സും ഒക്കെ കഴുകുവാണ്. എപ്പോഴും ഞാൻ ബ്രഷ് ഉപയോഗിക്കാറില്ല, ചില ദിവസങ്ങളിൽ മാത്രം, അത് നല്ലതായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാറുണ്ട്. ബാക്കി ദിവസങ്ങളിൽ അവൻ ലാസ്റ്റത്തെ ബോട്ടിൽ ഫിനിഷ് ചെയ്യുന്നത് വെളുപ്പിനായിരിക്കും, അപ്പോൾ അതിലധികം ഉണങ്ങി പിടിച്ചിരിക്കാറുണ്ടാവത്തില്ല. ഇതാണ് കേട്ടോ ബബിയാൻ്റെ ഇന്നലെ വെച്ച മീൻകറി. ഒരു ചൂരമീൻ ഉണ്ടായിരുന്നു, അത് പിന്നെ പൊരിക്കാനായിട്ടൊന്നും മാറ്റിയില്ല, ഒരു ചെറിയ ചൂരയായിരുന്നതുകൊണ്ട് മുഴുവൻ അങ്ങ് കറി വെച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ പാല് മാറ്റിയിട്ട് അവിടെ മീൻ പൊരിക്കാനായിട്ടുള്ള പാൻ വെച്ചു. എൻ്റെ കയ്യിലും കറിവേപ്പിലയിലും നനവുണ്ടായിരുന്നതുകൊണ്ട് ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചുവന്ന മീൻ. ഇതെനിക്ക് കഴിക്കുമ്പോൾ ഇതിന് ക്ലോറിൻ്റെ മണമുള്ള പോലെ തോന്നും, മണവും രുചിയും. പക്ഷേ വറുത്ത് കഴിക്കാൻ അലന് ഇഷ്ടമുള്ള മീനിൻ്റെ കൂട്ടത്തിൽ ഒരു മീനാണ് ചുവന്ന മീൻ. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന 4 എണ്ണവും ഞാൻ മസാല പുരട്ടിയിട്ട് 2 എണ്ണം ഇന്ന് പൊരിക്കുന്നു, 2 എണ്ണം നാളെ പൊരിക്കാമെന്ന് കരുതി തിരിച്ചതിൽ തന്നെ വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഇന്നലെയല്ലെന്ന് തോന്നുന്നു, മെനഞ്ഞാന്നൊരു ചേച്ചി ചോദിച്ചിരുന്നു കമൻറ്റിൽ, ഇത് എഴുതി വെച്ചിട്ടാണോ വായിക്കുന്നത്, എങ്ങനെയൊക്കെ ടൈമിംഗ് കറക്റ്റ് ആക്കുന്നു എന്നുള്ളത്. ആദ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് വലിയൊരു കാര്യമായിരുന്നു, ഇൻസ്റ്റഗ്രാമിലെ റീല്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡയറിയിൽ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ കുത്തിക്കുറിച്ച് ഇങ്ങനെ വെക്കും, ഇന്ന് ഇതൊക്കെ സംസാരിക്കണം, റെസിപ്പിയുടെ കൂടെ ഇത് പറയണം എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതും. അപ്പോൾ നമുക്ക് റീൽസ് 1.5 മിനിറ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പം യൂട്യൂബിൽ ഷോർട്ടായിട്ടും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് റീൽസും 1 മിനിറ്റേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയൊക്കെ കുത്തിക്കുറിച്ചൊക്കെ വെക്കുമായിരുന്നു പറയേണ്ടതൊക്കെ, എന്നിട്ട് പെട്ടെന്ന് വന്ന് വായിച്ചിട്ട് അത് പെട്ടെന്ന് ഓഡിയോ ആഡ് ചെയ്ത് ഇടുമായിരുന്നു. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ ഒരു 2-3 ദിവസം ഞാനങ്ങനെ ചെയ്തു. പക്ഷേ ഈ 12 മിനിറ്റ് പറയാനുള്ളത് എഴുതുന്നത് തന്നെ ഒരു വൻ ചടങ്ങാണ്. നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇതും ഈ വീഡിയോയുമായിട്ട് ടാലി ആവുന്നോ എന്ന് നോക്കണം, പിന്നെ ഇടയ്ക്ക് കുറയ്ക്കണം കൂട്ടണം അങ്ങനെയൊക്കെ. പിന്നെ ഇത് എഴുതണമെങ്കിൽ തന്നെ വീണ്ടും നമ്മൾ ഈ വീഡിയോ ഇരുന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് നോക്കിയിട്ട് വേണം എഴുതാൻ, അതായത് എന്ത് എപ്പോൾ പറയണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കത്തില്ല എന്ന്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഞാൻ പോട്ടെ ഇന്നിപ്പോൾ എന്താ വരിക എന്ന് നോക്കാം, നമുക്കങ്ങ് ചുമ്മാ അങ്ങ് എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്ലാനും ഇല്ലാതെ ഞാൻ ഓഡിയോ ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വർക്ക് ലോഡ് ഒരുപാട് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ സ്കൂളിൽ പോയി അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴത്തേക്കാണ് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. ആദ്യം അങ്ങനെയായിരുന്നു. എന്നിട്ട് സൗണ്ടും കൊടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മണി ഒരു 6:30-7 മണി, ചിലപ്പോൾ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ നേരത്തെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കൊരു ദിവസം ഒരു ഈവനിങ് വ്ലോഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് എടുക്കുന്ന വീഡിയോ അന്ന് രാത്രി കിടക്കുമ്പോഴേക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് എഡിറ്റ് ചെയ്ത് വെക്കും. അതായത് നമ്മളിപ്പോൾ ഞാൻ എടുത്ത് വരുമ്പോൾ ഇത് മൊത്തത്തിലൊരു 2 മണിക്കൂറൊക്കെ കാണും. ഇൻഷോട്ട് എന്ന ആപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 മണിക്കൂറുള്ളത് ഞാൻ പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്തത് കട്ട് ചെയ്തിട്ടാണ് ഇതൊരു മാക്സിമം 20-25 മിനിറ്റ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പിറ്റേ ദിവസം അതിന് എപ്പോഴെങ്കിലും വോയിസ് ഇട്ടാൽ മതി. ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീൻ അനുസരിച്ച് ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്ത് വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ്, പല്ല് പോലും തേക്കുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ് വന്നിട്ട് ഓഡിയോ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് രാത്രി പിന്നെ അതിന് സമയമില്ല, ഇത് നോക്കി എന്ത് സംസാരിക്കണം എന്ന് ആഡ് ചെയ്യാനുള്ള സമയം പിന്നീട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് ഒന്നും ഓർത്ത് വെക്കാറില്ല. രാവിലെ എണീറ്റ് വരിക, ഓഡിയോ ആഡ് ചെയ്യുക, നേരെ കിച്ചണിൽ വരിക, ബാക്കി പണി ചെയ്യുക. പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനൊക്കെയാണ് ഈ ഓഡിയോയുടെയൊക്കെ സൗണ്ട് കൂട്ടുന്നത്. എൻ്റെ സൗണ്ട് കുറവായതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇനി 200-ലാക്കി വോളിയം ആക്കിയിട്ട് വേണം പിന്നെ സേവ് ചെയ്യാനായിട്ട്.
എന്നിട്ടാണ് തംബ്നെയിലൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ വീഡിയോ വെച്ചിട്ട് നേരത്തെ വരുന്നത്. അപ്പോൾ ഞാൻ എഴുതാറില്ല, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഞാൻ എഴുതാറില്ല. ഇങ്ങനെ ഫോൺ മുമ്പിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കാണുമല്ലോ, റെസിപ്പി ആയാലും എന്തായാലും ഇങ്ങനെ കണ്ടങ്ങ് പറഞ്ഞു പോകാൻ, അതാണ് എളുപ്പം. പിന്നെ ഇപ്പോൾ 1 മിനിറ്റ് വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു കാര്യമേ അല്ല. ഇത് ചെയ്തിട്ട് നമ്മളിത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോസസ്സിങ്ങും ചെക്കിങ്ങും ഒക്കെ ചേർത്ത് എനിക്ക് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിന് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ഉണ്ടാക്കും. ഈ ചെയ്ത വീഡിയോ തന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് ഒരു 1 മിനിറ്റിലാക്കും. അതിന് പെട്ടെന്ന് ഓഡിയോ ഇട്ടിട്ട് ഇത് പോസ്റ്റ് ആകുമ്പോൾ തന്നെ എൻ്റെ മറ്റേ ഇൻഷോട്ടിൽ ആ വീഡിയോ റെഡി ആയിട്ടുണ്ടാവും. 1 മിനിറ്റ് വീഡിയോ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ഞാൻ പച്ചക്ക ഉണ്ടാക്കി റെസിപ്പി പറയണ്ട. ഇപ്പം ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി. വെളിച്ചെണ്ണയിൽ കടുകും വെളുത്തുള്ളിയും ലേശം സവാളയും കൂടി ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പച്ചക്ക ഇന്നലെ അരിഞ്ഞ് വെച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചക്ക ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി തൂവി നന്നായിട്ട് ചിക്കി പാൻ ഓപ്പൺ ചെയ്ത് തന്നെ വെച്ച് വറുത്തെടുത്തു. അതാണ് പച്ചക്ക പൊരിയൽ. മെഴുക്ക് പുരട്ടിയല്ല, പച്ചക്ക പൊരിയലാണ്. പിന്നെ ചപ്പാത്തി പാക്കറ്റ്സ് ഇവിടെ ഇപ്പോൾ 2 എണ്ണം ആയതുകൊണ്ട് ഞാൻ അതിൽ ഒരു പാക്കറ്റിൽ നിന്ന് 2 എണ്ണം കൂടി എടുത്ത് മൊത്തം ഒരു 12 ചപ്പാത്തി എടുത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് പൂരിയാക്കി പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനും വേണം, കുക്കുവിന് ലഞ്ചിന് കൊടുത്തു വിടാനും വേണം. ഇതിപ്പോൾ ഈ 4 കഷ്ണം എണ്ണ തോനെ ഒഴിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 2 കഷ്ണമായിട്ടൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ, എടുക്കുന്ന പാത്രത്തിനനുസരിച്ച്. പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുന്നത്, എടുത്ത് കഴിക്കാനും കാണാനും ഭംഗിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴാണ്. എന്തായാലും അത്രയും വട്ടത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇന്നിരുന്ന് ആലോചിച്ചു കേട്ടോ, ചിലപ്പോൾ ഈ പാക്കറ്റ്സ് തന്നെ ആയിരിക്കും കടകളിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതെന്ന്. അതാണ് നമ്മൾ ചില വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വലിയ പൂരിയല്ലേ അവർ കൊണ്ടുവന്ന് വെക്കാറുള്ളത്. അങ്ങനെ എന്തായാലും ഞാൻ പൂരി പൊരിച്ചു. ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എനിക്കെന്തോ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വലുതായിട്ട് കാര്യമാക്കിയില്ല, കാരണം പീരിയഡ്സിൻ്റെ ടൈമൊന്നും ആയില്ല. എന്തോ BP കുറഞ്ഞതാണോ എന്തോ എനിക്കറിയാൻ വയ്യ. ഒരു ചെറിയ ചുറ്റലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഓഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം സെറ്റായെന്ന് കരുതിയതാണ്. ചെറുതായിട്ടൊന്ന് പാളും, അത് ഈ വീഡിയോയിലുണ്ട്, ഞാൻ വഴിയെ കാണിച്ചു തരാം. അതിപ്പോൾ അലനൊക്കെ പറയുന്നത് ഉറക്കമില്ലാത്തതുകൊണ്ടാണ്, മര്യാദയ്ക്ക് ഉറങ്ങാഞ്ഞിട്ടാണ്, ഈ പെരുന്നാൾ ഇതെല്ലാം കൂടെ ഏറ്റിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അതൊന്നും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഇപ്പോൾ കുക്കു സാറിന് കൊടുത്തു വിടാനായിട്ട് കടലക്കറി തികയത്തില്ല, ഇന്നലത്തെ കടലക്കറിയാണ്. അപ്പോൾ അവന് കൊടുത്തു വിടാനായിട്ട് ഇച്ചിരി വെള്ള ചമ്മന്തി കാച്ചുവാണ്. എനിക്ക് വെള്ള ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനും കുറച്ച് നീട്ടി കാച്ചി. കണ്ടോ, ഈ സ്റ്റാൻഡിൽ ഞാൻ ഇടിച്ചതിൻ്റെ തല ചുറ്റിയിട്ടാണ്. ഇപ്പോൾ അടുത്ത പരിപാടി നടക്കും. ഇത് പെട്ടെന്നൊരു റിഫ്ലെക്സ് ആക്ഷനായിരുന്നു. ഭരണി അവിടെ താഴെ വെച്ചിട്ട് ഇത് പിടിച്ചിരുന്നിട്ട് ഞാൻ പിന്നെ മാറി അവിടെ ചെയറിൽ പോയിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഒരു ലൈമൊക്കെ പിഴിഞ്ഞ് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ലീവ് എടുക്കാൻ പ്ലാനില്ല. ഇതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് പെയിനൊന്നും ഇല്ലല്ലോ ബോഡിയിൽ, അപ്പോൾ എനിക്കിത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ ചമ്മന്തി വീണിപ്പോൾ ചത്തേനെ. എന്തായാലും എൻ്റെ ദേഹത്തോട്ട് വീണില്ല. പെട്ടെന്ന് തന്നെ വീഴുന്നു എന്ന് തോന്നിയതിന് മുമ്പ് ഞാൻ ചമ്മന്തി പിടിച്ച് നേരെയാക്കി. അല്ലെങ്കിൽ അവന് ലഞ്ചിന് കൊണ്ടുപോകാൻ ഞാൻ തന്നെ ഇനി വേറെ കറി വെക്കണമല്ലോ. അപ്പോൾ എന്തായാലും കുക്കുവിന് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചമ്മന്തി എനിക്ക് കിട്ടി. അതിന് ബാക്കി ഞങ്ങൾ ഇത്തിരി കടലക്കറി കൂട്ടിയോ പഞ്ചസാര കൂട്ടിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് പൂരിയും പിന്നെ പച്ചക്ക മെഴുക്ക് പുരട്ടിയതും ഒരു മുട്ട അരിയുടെ കൂടെ തന്നെ പുഴുങ്ങിയെടുത്തിരുന്നു അതും, പിന്നെ നമ്മുടെ തട്ടിപ്പോയതിൻ്റെ ബാക്കി വെള്ള ചമ്മന്തി. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ഇല്ല കേട്ടോ. ഇതിനു മുമ്പ് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരുമോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ബോധം കെട്ട് വീഴണം എന്നുള്ളത്. ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ സങ്കല്പിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ബോധം കെട്ട് വീണിട്ടില്ല. ഞാനൊരു ബ്ലാക്ക് ഔട്ടായി പോയിട്ടുണ്ട്. പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ എണീക്കും. ഞാൻ അത്ര കോൺഷ്യസ് അല്ലാണ്ടല്ല വീഴുന്നത്. ഇപ്പോൾ സംഭവിച്ചതും അങ്ങനെയാണ്. അതായത് എനിക്ക് മനസ്സിലാവും, ദേ കറങ്ങുന്നു, ഞാൻ വീഴുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ എവിടെയെങ്കിലും ഇരിക്കും, വെള്ളം കുടിക്കും, അത് ഓക്കെ ആവും, അങ്ങനെ അങ്ങ് ശരിയാവും. ഇതിന് മുമ്പ് ഇതുപോലെ വന്നത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ 2ാമത്തെ വിളിച്ചോലിന് മുമ്പോ മറ്റോ ആണ്. രാത്രി മുഴുവൻ അന്നൊക്കെ ഈ ഭയങ്കര നമ്മൾ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ആണല്ലോ. രാത്രി മുഴുവൻ കിടന്ന് ചൊല്ലിയിട്ട് ഒട്ടും ഉറക്കമില്ലാതെ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാനായിട്ട് നടന്ന് വീടിൻ്റെ അപ്പുറത്തൊരു 2-3 വീട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എൻ്റെ ബാലൻസ് പോകാൻ തുടങ്ങി. ഞാൻ സൈഡിലൊരു മതിലിൽ ചാരിയിട്ട് വിളിച്ചൊല്ലി സാരിയൊക്കെ കൊടുത്തിട്ട് ആ മതിലിൽ ചാരി അങ്ങനെ നിന്നു. പിന്നെ അപ്പുറത്തെ ചേച്ചി കഞ്ഞിവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ശരിയായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് BPO ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ പ്രോപ്പറായിട്ട് ഇതെന്താണെന്നൊന്നും ഞാൻ ചകഞ്ഞ് പോയിട്ടുമില്ല. പിന്നീട് സംഭവിക്കുന്നത് ഇപ്പോഴാണ്. ഒരു ചുറ്റൽ പോലെ, അതായത് മൊത്തത്തിൽ നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് കറങ്ങുന്ന പോലെ ഒന്ന് ആടി ഉലഞ്ഞിട്ട് അങ്ങ് നേരെയാവും. ഇതുവരെ അങ്ങനെ ബോധം പോയിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് ബോധം പോകണമെന്നുണ്ട്. അപ്പോൾ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് മാത്രം. ഇപ്പോൾ കുക്കു സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, എനിക്കും കുക്കു സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കടലക്കറി കുറച്ചുണ്ട്. ഇനിയിപ്പോൾ അലനും എടുക്കാം, അമ്മയ്ക്ക് വേണമെങ്കിലും കുറച്ചും എടുക്കാം. ഇത്
ഞാൻ എപ്പോഴും പറയത്തില്ലേ കുക്കുനെ ഞാൻ രാവിലെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ ചോക്ലേറ്റ് ബോക്സ് എടുത്ത് മാറ്റി വെച്ചതിൻ്റെയും സ്നാക്സ് ബോക്സ് ഒളിപ്പിച്ച് വെച്ചതിൻ്റെയൊക്കെ ദേഷ്യത്തിലാണ് ഇന്നലെ അവൻ എൻ്റെ കൂടെ അങ്ങനെ വരാതിരുന്നത്. ഇന്നിപ്പോൾ മേലെ പോയി ഇവനെ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇനി തല ചുറ്റുമോ വരുന്ന വഴിക്ക് വീഴുമോ എന്നൊക്കെ. പക്ഷേ ലൈം കുടിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പം പെരുന്നാൾ വരാൻ പോവുകയാണല്ലോ, ഇൻറ്റൻഷനലി ഞാൻ എൻ്റെ ഡയറ്റ് വാട്ടറും എടുക്കുന്നുണ്ട്. ഡയറ്റ് വാട്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, ഫാറ്റ് ബേണർ ആയിട്ട് ഞാൻ കുടിക്കുന്ന ഡ്രിങ്കും എടുക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റൻഷനലി ഞാൻ പലപ്പോഴും ഡിന്നറും ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡി എനിക്ക് തരുന്ന സിഗ്നലായിരിക്കും പരിപാടിയൊക്കെ നിർത്തിക്കോ, അതായിരിക്കും ഈ ചുറ്റലെന്ന് വിചാരിക്കുന്നു. പുറകെ അടുത്ത ആൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ലോ വേസ്റ്റ് പാമ്പേഴ്സും ഒക്കെ ഇട്ടിട്ട് ദേ പോകണം. അപ്പനെ തിരക്കി പോകുന്നതാണ് കേട്ടോ. ആലൻ എണീറ്റാൽ ചെടി നനയ്ക്കാൻ പോകുമെന്ന് അവനറിയാം. അവിടെ പോയിട്ട് വെള്ളമൊക്കെ നനയ്ക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കഴിച്ച് അപ്പോഴേക്കും ഞാനും കുക്കുവും റെഡിയായി. ഈ സമയത്ത് ഞാൻ വീണ്ടും ഫോൺ കുത്തിയിടും കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചാർജ് നിൽക്കുന്നില്ല എന്നല്ല, നമ്മളങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. സ്കൂളിലും ഫോൺ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ടൈം ടേബിൾ വിടാനാണെങ്കിലും പോർഷൻസ് വിടാനാണെങ്കിലും ഒക്കെ എപ്പോഴും വാട്സാപ്പ് ഫോണിലും ലാപ്പിലും എല്ലാം ഓണായി കിടക്കണം. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ദേ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാലും ഞാൻ ഈ വീഡിയോനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. അതാണ് ഈ 9 to 3 നിങ്ങൾ കമൻസിനൊന്നും അധികം റിപ്ലൈ കാണാത്ത. ലഞ്ച് ബ്രേക്കിൽ വല്ലതും ഞാനൊന്ന് നോക്കിയാലായി. ഇനി അവിടുത്തെ പരിപാടികളിൽ ഫുള്ളി എൻഡൽജ് ആവും. ഇതിപ്പോൾ എൻ്റെ കെട്ടിയോൻ എനിക്ക് എടുത്തു തരുന്ന വീഡിയോ ആണ് കേട്ടോ. അത് ഈ ഒരു ആംഗിളിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ വീഡിയോ. എപ്പോഴും ഞങ്ങൾ അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടല്ലേ എടുക്കുന്നത്. ഇത് ഞാൻ ഉച്ചയ്ക്ക് വന്ന് എടുക്കുന്ന വളരെ റിസ്കി ഷോട്ടാണ്. സമയം താമസിക്കും. ഞാനിപ്പോൾ വാരി വിഴുങ്ങിയിട്ട് ഓടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്തായാലും വിചാരിച്ചു, അങ്ങനെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ആലൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഏതോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിപ്പോൾ പകുതി വിശപ്പും പിന്നെ പകുതി ധൃതിയുണ്ട്. മമ്മി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ലഞ്ച് കഴിക്കാൻ വരത്തില്ലായിരുന്നു. മമ്മി സ്കൂളിലുണ്ടായിരുന്നു. മമ്മി ചീത്ത വിളിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ വന്ന് നിർത്തി പോയി കഴിച്ചിട്ട് വാന്നും പറഞ്ഞിട്ട് എന്ന് പറയും. അപ്പോൾ പിന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ്. എനിക്കങ്ങനെ ഒരു ഡെഡ് ലൈനോ എനിക്കവിടെ പ്രഷർ ഉണ്ടായിട്ടോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഒരു ദിവസം ഇപ്പം ഇന്ന് ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഇനി 3 ദിവസം അടുപ്പിച്ച് കുട്ടികൾക്ക് ലീവ് കിട്ടും. അപ്പോൾ ഇന്ന് ടൈം ടേബിളും പോർഷൻസും ഒക്കെ പോവുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പഠിപ്പിക്കാമല്ലോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിലു വന്നു. അപ്പുറത്തെ കൊച്ചിനെ ഉന്തി താഴെ ഇട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഉന്തി താഴെ ഇട്ടോ എന്ന്. അപ്പോൾ അവൻ കള്ളത്തരം പറയുന്നുണ്ട്, അവനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വാ തുറന്നപ്പോൾ ഞാനൊരു പീസ് പച്ചക്ക എടുത്ത് കൊടുത്തു. അവൻ തുപ്പി, ഞാനത് തിന്നു. ഇതും നാച്ചുറലാണല്ലോ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട്, വെള്ളം തീരെ ഇല്ല കേട്ടോ ആ ഗ്ലാസ്സിൽ, ഒരു തുള്ളിയേ ഉള്ളൂ. ഗ്ലാസ്സിൽ കുടിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഇത് വെറുതെ ഇതുപോലെയാണ് നിറച്ച് വെള്ളം ഉണ്ടെങ്കിലും ഗ്ലാസ്സിൽ കുടിക്കുന്നത്. അങ്ങനെ എടുത്ത് ചരിക്കുമ്പോൾ അത് നേരെ മൂക്കിലോട്ട് പോയി നെറുകെ കയറും. ബൈ ബൈ. മമ്മ സ്കൂളിൽ പോട്ടെ, സ്കൂളിൽ പോട്ട്. ഇപ്പോൾ കാണുന്നത് വൈകുന്നേരം ഒരു 7 മണിയായിട്ടുണ്ടാവും. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ആലൻ ഇല്ല, താനേ പോയേക്കുന്നു. അമ്മയും നിലു ഇവിടെ ഇല്ല. അമ്മയുടെ അനിയത്തി പൊടിയാൻ്റെ വീട്ടിലോ മറ്റോ പോയിട്ടുണ്ട്. കുക്കു സാറ് വന്ന പാടെ ഇന്നിപ്പോൾ പഠിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞ് ബോളുമായിട്ട് ഇറങ്ങി. കിട്ടിയതൊക്കെ നോക്കി ഞാൻ ഉറങ്ങിയെന്ന് വെച്ചാൽ നല്ലപോലെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലത്തെ തല ചുറ്റിയതിൻ്റെതും എല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചു എല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. ഒരു 7 മണിയായപ്പോൾ ഹോളിൽ ലൈറ്റ് വീഴുന്നത് കണ്ടു. ആലൻ താണി പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ പിന്നെ സാധാരണ താണി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ 2 എഗ്ഗും പിന്നെ കുറച്ച് ഓട്സും അല്ലെങ്കിൽ ഒരു ഷേക്കോ പ്രോട്ടീൻ ഷേക്കോ ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും സ്മൂത്തിയോ ഒക്കെ ഉണ്ടാക്കി വെക്കും. ഇതിപ്പോൾ ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയുകൊണ്ട് ഇതിനൊന്നും പറ്റിയില്ല. ഇനി ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കട്ടൻ ചായ ഇട്ടു. പാൽപ്പൊടി തീർന്നിരുന്നു ചായ ഇടാൻ നോക്കിയപ്പോൾ. ഇതിനെ കുറച്ച് പക്കാവട എടുത്തിട്ട് വൈകിട്ടത്തെ ചായ കൂടി അങ്ങ് തീർത്തു. എന്നിട്ടാണ് സ്കൂളിൽ നിന്ന് വന്ന വേഷമൊക്കെ പോയി മാറ്റിയത്. ഞാൻ നല്ല ടയേർഡായിരുന്നു എന്ന് ചോദിച്ചാൽ ടയേർഡായിരുന്നു. ഉറക്കം ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി എനിക്ക് തോന്നുന്നത് സ്ക്രീൻ ടൈം കുറച്ച് കൂടിപ്പോയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ കിടക്കുന്നതിന് മുമ്പാണല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറക്കം തൂങ്ങുമെങ്കിലും ആ പ്രോസസ്സ് അങ്ങോട്ട് കഴിഞ്ഞ് കണ്ണടയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, സമയം കിട്ടുമ്പോൾ ഉറങ്ങാൻ പറ്റാറില്ലല്ലോ. ഇനി ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാണ്. ഗോതമ്പ് ദോശയെന്ന് പറയാൻ പറ്റില്ല, ഗോതമ്പും മൈദയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്. ഗോതമ്പ് മാത്രം ആകുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് കുറവാണ്. മൈദ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ സുന്ദരിയായിരിക്കും, നല്ല ടേസ്റ്റും കിട്ടും. അങ്ങനെ ബൗളിലേക്ക് ഉപ്പിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും, റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ്, അമ്മയുടേതാണ്, പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്തു. ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് അത് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തത് എഗ്ഗ് ഫ്രൈ ചെയ്യണമെന്ന്. ഈ രാത്രിക്ക് ഗോതമ്പ് ദോശയാകുമ്പോഴത്തേക്ക് പൊതുവേ ഗോതമ്പ് ദോശ അധികം ടേസ്റ്റ് ഇല്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് എഗ്ഗ് ഫ്രൈയോ എന്തെങ്കിലും വെച്ച് കോമ്പൻസേറ്റ് ചെയ്യണം.
മീൻകറിയായിട്ട് ഗോതമ്പ് ദോശ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ കൂടെ എഗ്ഗ് ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു 3 എഗ്ഗ് പുഴുങ്ങാനിട്ടിട്ട് പിന്നെയാണ് വന്ന് മാവ് കുഴയ്ക്കുന്നത്. ഇത് ഞാൻ ഇവിടെ നിന്നെങ്ങും വാങ്ങിച്ചതല്ല, ഇത് ദുബായിലെയാണ്, ചേച്ചിയുടേതാണ്. ഞാൻ അടിച്ചു മാറ്റിയതാണ്. ദോശ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ഇത് നല്ല സ്മൂത്താണ് കേട്ടോ. അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. ഇപ്പോൾ മുമ്പൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചായിരുന്നു ഇതിങ്ങനെ കലക്കി വെച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ഗോതമ്പ് ദോശയുടെ മാവൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് എനിക്കൊന്ന് കടയിൽ പോകണം തയ്ക്കാനായിട്ട്. ചെണ്ടയാ? തത്തമ്മയല്ലേ പറഞ്ഞു പോയത്, എൻ്റെ അടുത്ത് ചെണ്ട വരുന്നത്. ആ സത്യം തിരിച്ചറിഞ്ഞ നകുലൻ കുറച്ച് നേരത്തേക്ക് അപ്സെറ്റായിരുന്നു. ഞാനെങ്ങനെ രണ്ടിനെയും കൊണ്ട് ലിലിയംസിൻ്റെ വീട്ടിലാക്കിയിട്ട് മിനിയാൻ്റെയുടെ കടയിലോട്ട് പോയി. നാളെ ഇവിടെ ബോംബെ അങ്കിൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബോംബെയിൽ നിന്ന് വന്ന് സെറ്റിലായ അങ്കിളും ഒരു ആൻറ്റിയും ഉണ്ട്. അവരിൽ അങ്കിൾ മരിച്ചുപോയി. അപ്പോൾ അങ്കിളിൻ്റെ 1 വർഷത്തെ പൂജയാണ്. അപ്പോൾ ഞാൻ എന്തിടുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, അതൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് മിനിയാൻ്റെയുടെ കടയിൽ പോയിരുന്നിട്ട് ഞാൻ ഷേപ്പ് ചെയ്തു. എൻ്റെ കയ്യിൽ മറ്റേ ഇലക്ട്രിക് മെഷീനുണ്ട്, അത് അനങ്ങുന്നില്ല, സ്റ്റക്കായിരിക്കുന്നു ഉപയോഗിക്കാഞ്ഞിട്ട്. കടയിൽ പോയി അത് തയ്ച്ചിട്ട് ജംഗ്ഷനിലെ കടകളൊക്കെ ഏകദേശം പൂട്ടാറായി കേട്ടോ ഇപ്പോൾ. ഞാൻ പിന്നെ പഴവും മേടിച്ചു. നാളെ ഉപ്മാവ് ഉണ്ടാക്കാമെന്നൊരു പ്ലാനുണ്ട്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഉറങ്ങും, അതറിയാമല്ലോ, നാളെ ലീവ് ആയതുകൊണ്ട് ഉറങ്ങി എണീക്കുമ്പോൾ ചിലപ്പോൾ വൈകും. അപ്പോൾ എന്തായാലും പഴം ഇരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പഴവും മേടിച്ചു തിരിച്ച് വീട്ടിൽ വന്നു. ഇനി നിലവിലുള്ള അമൃതം കാച്ചണം. നാൻഡ് ബോക്സിലാട്ടോ അമൃതം ഇട്ട് വെച്ചിരിക്കുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സാണത്. അമൃതം കാച്ചാനായിട്ട് കലക്കി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത് എഗ്ഗ് അരപ്പ് പുരട്ടി വെക്കണമല്ലോ പൊരിക്കാനായിട്ട്, എഗ്ഗ് ഫ്രൈ ഉണ്ടാക്കാൻ. അപ്പോഴത്തേക്ക് പഞ്ചസാരയും കൊണ്ട് സേറമോളാണ് വന്നത്. അമ്മ മേടിച്ച് കൊടുത്തു വിട്ടതാണ്. പിന്നെ കുറച്ച് ബംബ്ലിമൂസ് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്, മറ്റേ വലിയ നാരങ്ങയില്ലേ, അതും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെ അവിടെ വെട്ടി കഴിക്കുന്നതാണ്. എനിക്കിപ്പോൾ പുറത്തോട്ട് പോകാൻ എന്തായാലും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കാണാഞ്ഞുകൊണ്ട് സെറമോളുടെ കയ്യിൽ അത് കൊടുത്തു വിട്ടു. ഞാൻ അതും കുറച്ച് കഴിച്ചു. അതിൻ്റെ ഇടയിൽ അമൃതം കാച്ചാൻ വെച്ചു. ഇനി എഗ്ഗും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയിട്ട് കറിവേപ്പില തീർന്നിരുന്നു, കുപ്പിയിൽ അതേ ഉള്ളൂ, ഉണ്ടായിരുന്ന തട്ടിയിട്ടിട്ട് എഗ്ഗ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ദോശയും ചൂടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വണ്ടിയിൽ എണ്ണ അടിച്ചില്ല. ഇപ്പോൾ ജംഗ്ഷനിൽ പോയപ്പോൾ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ആ വീട്ടിൽ ഇടുന്ന അതേ ഡ്രസ്സായിട്ടാണ് പോയത്. ജംഗ്ഷൻ വരെ ഓക്കെ, എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ആ ഡ്രസ്സ് വിട്ടിട്ട് പോകാനായിട്ട് ഒരു മടി പോലെ. അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ട് കണ്ണനെയും ഷാബിനെയും കൂടെ വിളിച്ചിട്ടുണ്ട്. രണ്ടുപേരും അവിടെ പുറത്ത് കടപ്പുറത്ത് എവിടെയോ ഉണ്ട്. അവർ വന്നിട്ട് വണ്ടിയിൽ പോയി എണ്ണ അടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. രാവിലെ പള്ളിയിൽ പോകണമെങ്കിൽ എന്തായാലും എണ്ണ വേണം, ചിലപ്പോൾ തീർന്നു പോകും. എന്നാലും ഉണ്ട്, പമ്പ് വരെ പോകാമായിരുന്നു. പക്ഷേ അത്രയും ലേറ്റ് ആയതുകൊണ്ടും പിന്നെ എനിക്ക് ആ ഡ്രസ്സും അങ്ങനെ, അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കീറ് കേട്ടോ, എന്നാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഗോതമ്പ് ദോശയല്ലേ, പെട്ടെന്ന് ഇങ്ങനെ പൊളിയും. മൈദ ചേർത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോഴത്തേക്ക് എഗ്ഗ് ഫ്രൈ റെഡിയായി. മീൻകറി അപ്പുറത്ത് ചൂടാക്കാൻ വെച്ചു. ഇങ്ങനെ ഇരിക്കും എഗ്ഗ് ഫ്രൈ. അതൊക്കെ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴേക്ക് എണ്ണ അടിക്കാൻ പോകാനായിട്ട് വണ്ടി എടുക്കാൻ വന്നു 2 പേര്. കണ്ണൻ, ഇത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോനാണ്. മൂത്ത ആളാണ് കണ്ണൻ, ഇളയാളാണ് ലൂയിസ്. ഇപ്പുറത്തുള്ളത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്, ഷാബിൻ എന്നാണ് വിളിക്കുന്നത്. അവനെ നിലു വിളിക്കുന്നത് പാബി എന്നാണ് കേട്ടോ. അതാണ് ആരെയും കടിക്കരുതെന്ന് പറഞ്ഞ വീഡിയോയിൽ പാബി എന്ന് പറയുന്നത്. അങ്ങനെ അവന്മാർ വന്നപ്പോഴത്തേക്ക് എഗ്ഗ് പൊരിച്ചതിൻ്റെ മണം അടിച്ചിട്ട് 2 കൂടെ അത് തിന്ന് തീർത്തു. എടി ചേച്ചി ഇത് ഓക്കെ, അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത്. എടി ചേച്ചി ഇത് ഓക്കെ അല്ലേ, നിങ്ങൾക്കുള്ളത് വേറെ ചെയ്തോളൂ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എടുത്ത് കഴിച്ചു. ഇല്ല എന്ന് പറഞ്ഞാലും എടുത്ത് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വല്ലതുമൊക്കെ ചെയ്ത് കെട്ടിച്ചു വിടാൻ പ്രായമായെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദോശ തിരിക്കാൻ അറിയാമെന്നും പറഞ്ഞിട്ട് ഒരുത്തൻ വന്ന് കാണിക്കുന്നതാണിത്. ഞാൻ വിചാരിച്ചു താഴെ പോയെന്ന്, എന്തായാലും പോയില്ല. അങ്ങനെ പഠിച്ചതാണ്. ആ ഒരു ദോശയൊന്നും എടുത്ത് തട്ടിയിട്ടിട്ട് 2 പേരും കൂടെ പോയി. ഇതിപ്പോൾ നിലുവിനെ ഒഴിവാക്കാനുള്ള പെടാപ്പാടാണ് കേട്ടോ. നിലു അവന്മാരുടെ കൂടെ പോകാൻ നിൽക്കും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വിട്ടിട്ട് ആ ഗ്യാപ്പിൽ അവന്മാർ ഓടുന്നതാണ്. ഓട്ടം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ 2 കൂടെ ഓടിപ്പോകുന്നത്. ഇങ്ങനെ കുറച്ച് പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് പറഞ്ഞ് ഒതുക്കി. പിന്നെ വേറൊരാൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ പഠിക്കാമെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പഠിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അടുത്ത അടവ്, ഞാനൊന്ന് ദേഹമൊക്കെ കഴുകിയിട്ട് വന്ന് പഠിക്കാമെന്ന്. അങ്ങനെ ദേഹം കഴുകാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഈ ഒരു ലീവ് കിട്ടുന്ന ഇത്രയും ദിവസം കൊണ്ട് തീർക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. മലയാളവും ഹിന്ദിയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തോടെ തന്നെ ഞങ്ങൾ ഡിവോഴ്സായി, രണ്ട് വഴിക്കാവും. അങ്ങനെ എന്തായാലും ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങി. മീനിങ്സ് ആയിരുന്നു ആദ്യം. നമ്മുടെ സ്കൂൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിവിഷൻ്റെ സമയത്ത് നമ്മളൊരു 8-10 മീനിങ്സ് കൊടുക്കും. ആ 8-10 മീനിങ്സിൻ്റെ അകത്തുനിന്ന് ഒരു 5 മീനിങ്സ് ചോദിക്കും. അതിപ്പോൾ കുഞ്ഞ് ഈ തലേന്ന് ഇരുന്ന് ഇത്രയും ചാപ്റ്റർ കൂടെ ഫുള്ള് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതാവുമ്പം
ഇറ്റ് ഇസ് മോർ കുട്ടികൾ ഇൻട്രസ്റ്റോടെ പഠിക്കും. റിവിഷൻ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ റിവിഷൻ്റെ അകത്ത് ഒരു 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും 3 എക്സാമിന് ചോദിക്കും. ഏതാണെന്നുള്ളത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു എക്സാം പാറ്റേൺ ഒക്കെ പോകുന്നത്. പിന്നെ ആലൻ വന്നു. അപ്പോഴേക്ക് പഠിപ്പ് നിന്നു. വരുന്ന ഉടനെ തന്നെ മുഖമൊക്കെ ഒരുമാതിരി കോണിച്ചൊക്കെ വെച്ചൊരു ആക്ഷനൊക്കെ കാണിക്കും. അപ്പോഴത്തേക്ക് പിന്നെ അപ്പൻ പറയും മതിയടി ഇന്ന് ഇത്രയും മതി എന്നൊക്കെ പറയും. അതങ്ങ് നിർത്തും. നിലുവിനെ അമ്മ പുറത്ത് ഊഞ്ഞാലിൽ കിടത്തി ഉറക്കി. രണ്ടുപേരും കൂടി ഊഞ്ഞാൽ ആടി ഉറങ്ങി. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ലെങ്ത്ത് കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും നീട്ടി ഫുൾ ഡേ കാണിച്ചത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.